ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ സകല എണ്ണങ്ങളെ നാണം കെടുത്തി നാറ്റിച്ചവിടെ ഇരുത്തുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇങ്ങനെ ഈ രീതിയിലുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. കാരണം എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എന്റെ പച്ചയായ റിയാക്ഷനാണ് ഞാൻ പറയുന്നത്. ലിറ്ററലി നാണം കെടുത്തി നാറ്റിച്ച് തൊലി ഒരുപ്പിച്ച് അവിടെ ഇരുത്തുന്ന ഒരു ലാലേട്ടനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിച്ചത്. ലിറ്ററലി ഗൂസ് ബംസ് അടിച്ചൊരു എപ്പിസോഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് സംസാരിക്കുന്നത്. അപ്പോ ഈ ഒരു പെഡസ്റ്റലില് ആര്യന്റെ മുന്നിലിരുന്ന ഒരു ബോക്സ് ആണ്. ആ ബോക്സിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നോക്കാനുള്ള ഒരു സാവകാശം പോലും ആര്യൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവിടെ വഴക്കുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആര്യൻ. അപ്പോ ആ ഒരു ബോക്സിൽ ഇരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രിമ്മറാണ്. ആ ട്രിമ്മറും അതിനോടൊപ്പം തന്നെ ഒരു കാർഡും ഉണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് ഞാനിത് ചെയ്യിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരുന്നു ആ ഒരു കാർഡിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തല മൊട്ടയടിക്കാൻ നിങ്ങളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കില്ല, നിങ്ങൾക്ക് 1000 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ആ ഒരു കാർഡിൽ എഴുതിയിരുന്നത് നമ്മുടെ ബിഗ് ബോസ്. അപ്പൊ അന്ന് ആ ഒരു ബോക്സ് തുറക്കാതെ അത് അവിടെ വെച്ച് വെറുതെ ഫൈറ്റ് ചെയ്ത് 1000 പോയിന്റ് കൊണ്ടുപോയി തൊലച്ചു എന്നൊരു കാര്യമാണ് ലാലേട്ടൻ എന്ന് എല്ലാവരോടുമായിട്ട് പറയാൻ ശ്രമിച്ചത്. എന്നിട്ട് അനീഷിനെ അഭിനന്ദിക്കുന്നുണ്ട്. അനീഷ് അവിടെ കളിച്ചത് ഒരു വളരെ ബ്രില്യൻ ഗെയിം ആണെന്നൊക്കെ പറഞ്ഞ് അനീഷിനെ അഭിനന്ദിക്കുന്നുണ്ട്. ഒരു സീസൺ ഫുൾ മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ലാലേട്ടൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരുടെയും മുഖം പെട്ടെന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് എപ്പിസോഡില്. പിന്നെ ആര്യനോട് ആ ഒരു ട്രിമ്മർ എടുത്തോളാൻ ലാലേട്ടൻ ആദ്യം പറയുന്നുണ്ട്. അപ്പൊ ആര്യം പോയി അത് തുറന്നെടുത്തതും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ബാറ്ററി ഉണ്ടോ? ഇല്ല, അതിനകത്ത് ബാറ്ററി ഇല്ല. ഒരു കാര്യം ചെയ്യാൻ ആര്യൻ അത് കൊണ്ടുപോയി പൂജ ചെയ്യാനായിട്ട് വെച്ചിട്ട് എന്ന് രാവിലെ എണീറ്റ് അത് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കളിയാക്കുന്നുണ്ട് ലാലേട്ടൻ ആര്യനെ. ശരിക്കും എനിക്ക് ചിരിയും ഗൂസ് ബംസും എല്ലാം കൂടി വന്നൊരു മിനിറ്റ് ആയിരുന്നു. കാരണം അത്രയും ഈ ഒരു 1000 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ മൈൻഡ് ഗെയിമിനായിട്ട് ബിഗ് ബോസ് കൊടുത്തതാണ്. അന്ന് ആ മനുഷ്യൻ കളിച്ച ആ ഒരു ഗെയിമിന് തന്നെ കൊടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അത്രയും നേരം പുള്ളി മിണ്ടാതെ നിന്നിട്ട് പലരും ട്രോളി, പലരും അവിടെ അനീഷിനെ ഭയങ്കരമായ രീതിയിൽ വഴക്കുണ്ടാക്കി പൊട്ടിത്തെറിച്ചു എന്നുണ്ടെങ്കിലും അനീഷിന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നതിന് ബിഗ് ബോസ് കൊടുത്ത ഒരു റിവാർഡാണ് ഈ ഒരു 1000 പോയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സീസണിൽ ഇതുവരെ കണ്ടത് വെച്ചിട്ട് ദ മോസ്റ്റ് ബ്രില്യൻ മൈൻഡ് ഗെയിം ഇൻ ദിസ് സീസൺ അതായിരുന്നു അനീഷിന്റെ അന്നത്തെ ആ ഒരു മൗനം വിദ്വാന് ഭൂഷണം. ഞാൻ എന്നും പറയും, ഇപ്പോഴും പറയുന്നു, മൗനം വിദ്വാന് ഭൂഷണം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.